നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് അബ്ദുൾ റഹ്മാൻ, ശ്രീറാം വെങ്കിട്ടരാമൻ, സിദ്ദിഖ് ഇവരെ മൂവരെയും കുറിച്ചാണ്. അതേപോലെ തന്നെ റോഷി ബാലു. റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു റിപ്പോർട്ടറാണ് റോഷി ബാല്. നമ്മുടെ ദിലീപിനെ വെറുതെ വിട്ട സമയത്ത് അന്ന് ദിലീപിൻ്റെ ഫാൻസ് എല്ലാവരും കൂടെ റോഷി ബാലിനെ പഞ്ഞിക്കിടാൻ പോയതും അതിനെക്കുറിച്ച് ഘോരം എതിർത്ത് നിന്നതും ഒക്കെ നമ്മളന്ന് കണ്ടതാണ്. അപ്പോൾ അന്ന് ഈ റോഷി ബാലിൻ്റെ തിളപ്പ് നമ്മളൊന്ന് കണ്ടതാണ്. അതിനുശേഷം തിളച്ചു തൂകുന്നത് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം സിദ്ദിഖിൻ്റെ പത്രസമ്മേളനത്തിനിടയ്ക്ക് ശ്രീറാം വെങ്കിട്ടരാമൻ അദ്ദേഹത്തിന് അടുത്തിരുന്നപ്പോൾ കൃഷിമന്ത്രി അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമൻ അതിൻ്റെ അടുത്ത് നിന്നപ്പം കൊലയാളിയുടെ കൂടെ ഇരുന്നാൽ ഞങ്ങൾ പങ്കെടുക്കില്ലെന്ന് റോഷി ബാൽ തിളച്ചു തൂവി എഴുന്നേറ്റ് നിന്ന് ആക്രോശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടാണ്. അദ്ദേഹം വളരെ മാന്യമായിട്ട് ഇറങ്ങിപ്പോയി. അദ്ദേഹം മഹാനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം അറിഞ്ഞോ അറിയാതെ ഒരു കൊലപാതകയാണ് അദ്ദേഹം. അത് കോടതിയിൽ നടക്കുന്ന കേസുമാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ബ്ലാക്ക് മാർക്കും വീഴാത്തൊരു മനുഷ്യനാണെന്നുള്ള കാര്യം സപ്ലൈകോയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന വകുപ്പിലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അഴിമതിയോ കാര്യങ്ങളോ ഒന്നും നടന്നതായിട്ട് എനിക്കറിയില്ല. പക്ഷേ ആലപ്പുഴ കളക്ടറായിട്ട് ചെന്നപ്പം അവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയായിരുന്നു കളക്ടറായിട്ട്. അവർ തമ്മിൽ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് അങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് ചെന്നപ്പം അന്ന് അവിടെ ഒരു ബഹളം വെച്ച് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റിയതായിട്ടും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓർമ്മപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഈ സിദ്ദിഖ് എന്ന് പറയുന്ന MLA പറയാമായിരുന്നു, ഞാൻ എൻ്റെ പത്രസമ്മേളനത്തിൽ ആരാണ് എൻ്റെ കൂടെ ഇരിക്കേണ്ടത് തീരുമാനിക്കാം എന്നുള്ള അഥവാശം എനിക്കാണെന്ന് ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞില്ല. കാരണം അദ്ദേഹം അറിഞ്ഞോ അറിയാതെ ഒരു കൊലപാതകയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല, കോടതി നടക്കുന്നതാണ്. പക്ഷേ ഇദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ ശ്രീറാം വെങ്കിട്ടരാമനെ വീണ്ടും സർവീസിലിട്ടെടുത്ത ആരാണ്? പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് P. പ്രസാദിൻ്റെ കൂടെ പല ഇതുപോലെയുള്ള സമ്മേളനങ്ങളും പത്രസമ്മേളനങ്ങളും പങ്കെടുത്തിട്ടുള്ള ആളാണ് ഈ ശ്രീറാം വെങ്കിട്ടരാമൻ. അന്ന് ഒന്നും തിളച്ചു തോവാത്ത പാൽ ഇപ്പോഴെങ്ങനെയാണ് റോഷി ബാലിന് തിളച്ചു തോപ്പിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അന്ന് അദ്ദേഹത്തെ പിണറായി വിജയനുള്ള വിധേയത്വമോ സ്നേഹമോ ബഹുമാനമോ ഭയമോ എന്താണ് അദ്ദേഹം അന്ന് അതിന് തിളച്ചു തൂവാൻ പുള്ളി അദ്ദേഹം വളരെ ശ്രദ്ധിച്ച പാല് കാച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇതില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണ് ശ്രീ സിദ്ദിഖ് ഒരു അക്ഷരം പോലും അദ്ദേഹത്തിൻ്റെ റോഷി ബാലിൻ്റെ അതിനെ ഖണ്ഡിക്കത്തക്ക രീതിയിൽ ഒരു കാര്യം പോലും പറയാതിരുന്നത്? അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹത്തിന് പറയാമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ശ്രീറാം വെങ്കിട്ടരാമൻ മാന്യമായിട്ട് ഇറങ്ങി വെളിയിൽ പോയി നിൽക്കുകയും ചെയ്തു. അതൊരു പക്ഷം. ഇതേ സിദ്ദിഖ് അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞാൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള വയ്യാത്തൊരു കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ ആ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ജോലിക്ക് പോയ അദ്ദേഹം ആ കുട്ടിയുടെ 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ആ കുട്ടിയുടെ മരണത്തിനിടയാക്കി. അതും അറിഞ്ഞോ അറിയാതെ, നമുക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണ്. 20 വർഷത്തെ തടവിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയത് വളരെയധികം ഒരു വലിയ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ട് വരുന്ന ഒരാളെ സ്വീകരിക്കുന്ന പോലെയാണ് അദ്ദേഹത്തെ എയർപോർട്ടിലൊക്കെ ചെന്ന ആൾക്കാരെ സ്വീകരിച്ചത്. അത് അവരുടെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെയാണെന്ന് കരുതാം. പക്ഷേ ശ്രീ സിദ്ദിഖ് എന്തിനാണ് അദ്ദേഹത്തെ പൊന്നാട എണീയിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയതും MLA ഈ ഓഫീസിൽ വിളിച്ച് അദ്ദേഹത്തിന് വിരുന്നൊരുക്കുകയൊക്കെ ചെയ്തതെന്ന് എനിക്കൊരൊട്ടും പിടിയും കിട്ടുന്നില്ല. അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ്, പഴയ മന്ത്രിയും ഇപ്പോഴത്തെ MLA മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയും അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോസ് കിടപ്പുണ്ട്. സത്യം പറഞ്ഞാൽ എന്ത് സന്ദേശമാണ് സാധാരണക്കാരനായിട്ട് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടാത്ത കാര്യമാണ്. അതായത് ഇതിനാല അത്ഭുതമൊന്നുമില്ല. കാരണം KSRTC ബസ്സിൽ ലൈംഗിക അതിക്രമം കാണിച്ച് ജയിലിൽ പോയവനെ തിരിച്ചിറങ്ങി വന്നപ്പോൾ മാലയിട്ട് സ്വീകരിച്ച മലയാളിയാണ് നമ്മൾ. അത് നമ്മൾ അഭിമാനപൂർവ്വം ഓർക്കുന്ന നമുക്ക് ഇത് ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ഒരു കാര്യമായിരിക്കും. അപ്പോൾ എനിക്ക് ചിന്തിക്കാൻ തോന്നിയത് ഷെറിന് അല്ലെങ്കിൽ ജോളി പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഗോവിന്ദചാമി, അങ്ങനെ എത്രയോ പേര് ജയിലിൽ കിടപ്പുണ്ട് കൊലയാളികളായിട്ട്. എത്രയോ കൊലയാളികൾ ജയിലിൽ കിടക്കുന്നു. ഇവരൊക്കെ ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ഇതുപോലൊരു സ്വീകരണം കൊടുക്കുമോ എന്ന് ആണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അതോ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിലൊക്കെ പോയി ഒരു കൊലപാതകം നടത്തിയിട്ട് വരുന്നവരെ വലിയ വീരശൂര പരാക്രമണികളായിട്ടാണോ നമ്മൾ കണക്കാക്കേണ്ടത്? അതൊരു 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പയ്യനെ, വയ്യാത്തൊരു പയ്യനെ കൊല്ലുക എന്ന് പറയുന്നത് നിസ്സാരവൽക്കരിക്കുന്ന രീതിയിൽ ഇങ്ങനെ പൊന്നാട എണീച്ചത് എന്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇതേപോലെയുള്ള അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ തോളോട് തോൾ ചേർന്ന് നിന്ന് എൻ്റെ കൂടെ മെസ്സേജ് ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഭരണം മാറിയപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പം നഖശിഖാന്തം എന്നെ എതിർക്കുകയും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും കളിയാക്കുകയും ചാണകമാണെന്നും സംഖ്യയാണെന്നും കമ്മിയാണെന്നും ഒക്കെ പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുന്നവരാണ് എനിക്ക് പറയാനുള്ളത്. ഭരണപക്ഷത്തിരിക്കുന്നവരെന്നും വിമർശനങ്ങൾക്ക് അതീതമായത്, എല്ലാവരും വിമർശനങ്ങൾക്ക് ഉള്ളവർ ആണ്. അതിനതീതരൊന്നും അല്ല ആരും. അപ്പം വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ മാന്യമായ രീതിയിൽ നേടുക എന്നുള്ളതാണ് മാന്യമായിട്ട് ലക്ഷണം. അല്ലാതെ അതിനെ ചീത്ത വിളിച്ചും തെറി വിളിച്ചും അതിനപ്പുറത്തെ ചീത്തയും തെറിയും എല്ലാവർക്കും
എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്നതാണ്. വേണ്ടാത്തതുകൊണ്ട് നമ്മളൊന്നും പ്രയോഗിക്കാതെ, പക്ഷേ വേണ്ടതായിട്ട് എടുത്ത് അത് പ്രയോഗിക്കുക തന്നെ ചെയ്യും, അത് സംശയമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പം ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ട് ഒരാൾക്കും ഒരു അക്ഷരം മിണ്ടാനില്ല. അപ്പം നമ്മളെ കളിയാക്കുന്നു, സംഖ്യയാക്കുന്നു, കൊങ്ങിയാക്കുന്നു, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ചാണകം ആണ് തലയിൽ, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നവര് ചാണകം തലയിലാണോ വയറ്റിലാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൂടെ ചാണകം കഴിക്കാത്ത ഒരു മലയാളിയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ ഓടി നടക്കുന്ന ചാണകത്തിന് വേണ്ടിയാണ്. കാരണം മലയാളികളായിട്ടുള്ള ആൾക്കാരെ, പച്ചക്കറി കഴിക്കുന്ന ആൾക്കാരെ എല്ലാം ഈ ചാണകമിട്ട പച്ചക്കറിയാണ് നമ്മൾ കഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പനോടോ ഒക്കെ ചോദിച്ചാൽ മനസ്സിലാകും, നമ്മൾ ചാണകം വഴിയ തറയിലാണ് പണ്ട് കിടന്നുറങ്ങിയെന്നൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ ചാണകത്തെ അത്ര പുച്ഛിച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ തലയിൽ ചാണകമല്ലെങ്കിൽ, നിങ്ങളുടെ തലയ്ക്കകത്ത് ചാണകമല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരുമോ ഞാൻ ഈ ചോദിച്ചതിനൊക്കെ ഉത്തരം? അതാണ് എൻ്റെ മര്യാദ. അല്ലാതെ അതിന് അങ്ങും ഇങ്ങും എത്താത്ത പിന്നെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കാമെന്ന് പണ്ടുള്ളവർ പറയുന്ന പോലെ അതൊന്നും കാണിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഭീഷണി, അത് നമ്മൾ വകവെക്കുന്നില്ല. അത്ര ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഒരു ചെറിയ കാര്യത്തിൽ. അപ്പോൾ ഇനി 5 വർഷം നിങ്ങളിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ കളിയാക്കിക്കൊണ്ടിരിക്കണം. പുതിയ കളിയാക്കാനുള്ള പുതിയ ഐഡിയകൾ നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലത് കണ്ടാൽ നല്ലതെന്ന് തന്നെ പറയും. ചീത്ത കണ്ടാൽ ആരാണെങ്കിലും ചീത്തയെന്നേ പറയുള്ളൂ. അതിനകത്ത് വലിയ സംശയമൊന്നുമില്ല. അത് ആരാണെങ്കിലും, നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ ഇപ്പോൾ പല ബന്ധു നിയമനത്തിനെ കുറിച്ചൊക്കെ അത് ശരിയല്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. അവരെയൊക്കെ വിമർശിക്കേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ സ്വന്തം പാർട്ടി തന്നെ അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും കൂടെ ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ, ഈ അധിക്ഷേപിക്കുന്നതോട് കൂട്ടിയാണ് കേട്ടോ, മറുപടി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എന്തിൻ്റെ പേരിലാണ് ശ്രീ സിദ്ധിക്ക് ഈ പറയുന്ന ഒരു കൊലയാളിയെ പോയി പൊന്നാടിയിട്ട് സ്വീകരിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ബന്ധുവായതുകൊണ്ടാണോ എന്നതും എനിക്കറിയില്ല. ശ്രീറാം വെങ്കിട്ടരാമനെ ഇറക്കി വിട്ടപ്പോൾ അദ്ദേഹം ഒരു അക്ഷരം പോലും വേണ്ടില്ല. അത് എന്തുകൊണ്ടാണെന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് എന്തിനാണ് ഇദ്ദേഹം കാണിക്കുന്നതെന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. അപ്പോൾ റോഷി പാലിൻ്റെ പാല് തിളച്ചു പോകാനുള്ള കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. ചീത്ത വിളിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിനപ്പുറത്തെ ചീത്ത ഞാൻ വിളിക്കുന്നതായിരിക്കും. എന്നിട്ട് എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്യുന്നതുമായിരിക്കും. അതിനകത്ത് ഒരു സംശയമില്ല. കാരണം പിന്നെ നിങ്ങൾക്ക് മറുപടി പറയാൻ കിട്ടാതെ നിങ്ങൾ അവിടെ നിന്ന് വിങ്ങി പൊട്ടിച്ചാവും. അപ്പം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടവർ മാത്രം ഫോളോ ചെയ്യുക, ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക, ബ്ലോക്ക് ചെയ്ത് പോവുക, എന്ത് വേണമെങ്കിലും ചെയ്യുക.